സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ ശ്രീ വാവ സുരേഷിൻ്റെ കുറിപ്പുകൾ വൈറലായി പോവുകയാണ്. നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കും. അതായത് പുള്ളി പണ്ട് പാമ്പ് പിടുത്തത്തിൻ്റെ നാളുകളിൽ ഒന്നോ രണ്ടോ വീടുകളിൽ വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിലെ മഗ്ഗിൽ കൊടുത്തതും പായസത്തിൻ്റെ കപ്പ് ഡിസ്പോസിബിൾ ആയിരുന്നുവെന്നും മറ്റും പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ വാവ സുരേഷ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു തട്ടുകടയൊക്കെ നടത്തുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ കഴിഞ്ഞു. ഏതായാലും പീക്ക് സമയത്താണ്, അയാളുടെ പീക്ക് സമയത്താണ് ഈ സംഭവങ്ങളെന്ന് അനുമാനിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. നിങ്ങളിൽ പലരെയും പോലെ എനിക്കും ഈ കുറിപ്പ് വായിച്ചപ്പോൾ വിഷമം തോന്നി. അപ്പോൾ പീക്ക് സമയത്ത് നടന്ന സംഭവം ആ സമയത്ത് അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു. വൈകിയുള്ള ഈ പ്രതികരിക്കൽ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പുതിയ ശാസ്ത്രീയമായി പഠിച്ചു പുറത്തിറങ്ങിയ പാമ്പ് പിടുത്തക്കാരുടെയൊക്കെ കാലമാണ്. എങ്കിൽ പോലും വാവയുടെ പ്രസക്തി കുറയുന്നില്ല. വാവ ഒരു പയനിയറാണ് ഈ രംഗത്ത്. ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യം. എങ്കിൽ പോലും പാമ്പ് പിടുത്തത്തെക്കുറിച്ചുള്ള സെമിനാറുകളും സ്റ്റഡി ക്ലാസ്സുകളുമൊക്കെ വാവ സുരേഷിന് അന്യമല്ല. ഏതായാലും ഈ കുറിപ്പ് വിഷമം തോന്നി. അന്ന് പ്രതികരിക്കാമായിരുന്നു ശ്രീ വാവ. പ്രതികരിക്കുക എൻ്റെ പ്രേക്ഷകരെ. നന്ദി, നമസ്കാരം.